നമസ്കാരം, ന്യൂസ് കേരള ടുഡേ ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ചബഹാർ തുറമുഖത്തിനുള്ള ഉപരോധ ഇളവ് പിൻവലിച്ചു US. ഇന്ത്യക്ക് പ്രഹരം, ലക്ഷ്യം ഇറാനെന്ന് വാദം. ഇറാനിലെ സുപ്രധാന ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ പിൻവലിച്ച് അമേരിക്ക. ഈ മാസം 29 മുതൽ ഉപരോധങ്ങൾ പ്രാബല്യത്തിൽ വരും. ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് US വാദമെങ്കിലും തുറമുഖ വികസനത്തിൽ പങ്കാളിയായ ഇന്ത്യയെ അടക്കം ബാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള തീരുമാനം. റഷ്യയിൽ തീവ്ര ഭൂചലനം, 7.8 തീവ്രത. സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. റഷ്യയിൽ കംചഗ്ഡ പ്രവിശ്യയിൽ അതിശക്ത ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ചലനത്തിൽ നിലവിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് പുലർച്ചെയാണ് പ്രദേശത്ത് അതിതീവ്രമായ ഭൂചലനം രേഖപ്പെടുത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. സുനാമി സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പ് നൽകുകയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തെങ്കിലും പിന്നീട് പിൻവലിക്കുകയായിരുന്നു. എങ്കിലും സമീപ പ്രദേശങ്ങളിൽ അപകടകരമായ തിരമാലകൾക്ക് സാധ്യതയുള്ളതായി അധികൃതർ അറിയിച്ചു. ഗാസയിൽ സ്ഥിരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന UN പ്രമേയം 6ാം തവണയും വിറ്റോ ചെയ്ത് അമേരിക്ക. ഗാസയിൽ സ്ഥിരമായി അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക. 15ൽ 14 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഗാസ സിറ്റിയിൽ ഇസ്രയേൽ കരയാക്രമണം രൂക്ഷമായതിന് പിന്നാലെയാണ് UN വീണ്ടും പ്രമേയം അവതരിപ്പിച്ചത്. ഗാസയിലെ സാഹചര്യം ദുരന്തപൂർണമാണെന്ന് വിശേഷിപ്പിച്ച പ്രമേയം 2.1 ദശലക്ഷം പലസ്തീനികൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഇസ്രയേൽ നീക്കണമെന്നും ആവശ്യപ്പെട്ടു. വോട്ട് മോഷണം, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് രാജിവെക്കണമെന്ന ആവശ്യവുമായി ഹർഷവർദ്ധൻ സ്പക്കൽ. മഹാരാഷ്ട്രയിൽ ചന്ദ്രാപൂർ ജില്ലയിലെ വോട്ട് മോഷണം തുറന്നു കാട്ടിയതിന് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ സ്പക്കൽ രംഗത്ത്. ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും സബ്കൽ ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവും. വാദത്തിലുറച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ട് മോഷണത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്ന വാദത്തിൽ ഉറച്ച് കമ്മീഷൻ. രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലേതാണ്. അന്ന് ചില ക്രമക്കേടുകൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും പക്ഷേ ആ നീക്കം ഫലപ്രദമായില്ലെന്നും കൃത്യമായി അതിനെ തടഞ്ഞിരുന്നുവെന്നുമാണ് കമ്മീഷൻ പറയുന്നത്. അതിനിടെ വിശദീകരണവുമായി കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തെത്തി. പരിശീലനത്തിന്റെ മറവിൽ ലൈംഗിക ചൂഷണം. ബംഗളൂരുവിൽ പ്രശസ്ത യോഗ ഗുരു അറസ്റ്റിൽ. യോഗ പരിശീലനത്തിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രശസ്ത യോഗ ഗുരു നിരഞ്ജൻ മൂർത്തി അറസ്റ്റിൽ. 19-കാരിയുടെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിക്രമം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് 17 വയസ്സായിരുന്നു. ബംഗളൂരു RR നഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൺഷൈൻ ദ യോഗ സോണിന്റെ സ്ഥാപകനും ഡയറക്ടറുമാണ് നിരഞ്ജൻ മൂർത്തി. ചവറ പോലീസ് സ്റ്റേഷനിലും പോലീസ് ക്രൂരത. മകന്റെ മുന്നിൽ വെച്ച് CPIM പ്രവർത്തകനെ പിടിച്ചു തള്ളി. ചവറ പോലീസ് സ്റ്റേഷനിലും പോലീസിന്റെ ക്രൂരത. പരാതിക്കാരനായ CPIM പ്രവർത്തകനെ 7ാം ക്ലാസ്സുകാരനായ മകന്റെ മുന്നിൽ വെച്ച് പോലീസ് അസഭ്യം പറയുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. ചവറ സ്വദേശി അഡ്വക്കേറ്റ് ക്ലർക്കായ ബേബിയോടാണ് വിമൽകുമാർ എന്ന പോലീസുകാരന്റെ ക്രൂരത. 7ാം ക്ലാസ്സുകാരന് മറ്റൊരു കുട്ടി അശ്ലീല വീഡിയോ കാണിച്ചു കൊടുത്തെന്ന പരാതിയിലാണ് ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കി പ്രൊഫഷണൽ കോൺഗ്രസ്. പാലക്കാട്ടെ പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റിംഗിലേക്ക് ക്ഷണമില്ല. പാലക്കാട് നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റിംഗിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ക്ഷണമില്ല. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാകുവാൻ ശ്രമിക്കുമ്പോഴാണ് ഒഴിവാക്കൽ. VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A തങ്കപ്പൻ തുടങ്ങിയവരാണ് ഞായറാഴ്ച പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. യുവതികളുടെ ലൈംഗിക ആരോപണ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. പാലത്തിൽ അറ്റകുറ്റപ്പണി. കോട്ടയം വഴി ഓടുന്ന 6 എക്സ്പ്രസ് ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. ചിങ്ങവനം കോട്ടയം ഭാഗത്തുള്ള പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ 20-ന് കോട്ടയം വഴി ഓടുന്ന 6 എക്സ്പ്രസ് ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടാൻ തീരുമാനം. തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ, തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു ഹംസവർ, കന്യാകുമാരി ട്രിവാൻഡ്രം സെൻട്രൽ, മധുരൈ അമൃത, തിരുവനന്തപുരം സെൻട്രൽ ബംഗളൂരു ട്രെയിനുകൾ ആലപ്പുഴ വഴിയാകും കടന്നു പോവുക.
ഗർഭിണിയും കുട്ടികളും താമസിക്കുന്ന വീടിന് നേരെ ബോംബ് ആക്രമണമെന്ന് പരാതി. പോലീസ് എത്തി പരിശോധിച്ചു. കോഴിക്കോട് ചേലക്കാട് വീടിന് നേരെ അജ്ഞാതരുടെ ബോംബ് ആക്രമണമെന്ന് പരാതി. കണ്ടോത്ത് അഹമ്മദിന്റെ വീടിന് നേരെയാണ് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത്. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. നാടൻ ബോംബാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വീടിന്റെ ചുവരിൽ തട്ടിയ വസ്തു ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഗർഭിണിയായ യുവതിയും 3 കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ആക്രമണം നടന്നത്.